ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ബയോളജി SSLC ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ചിട്ട് 4 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം ബ്ലഡ് എടുത്തിട്ട് 6 പാത്രത്തിലാക്കി. ഈ 6 പാത്രത്തിലാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസ് ഡെവലപ്പ് ആവും, കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് കൾച്ചർ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ, കൾച്ചർ. അപ്പോൾ അത് കുറേ ബാക്ടീരിയസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഇഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്ന മെഡിസിൻസ് ഈ 6 പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു വെച്ചു. അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു പാത്രത്തിലെ മെഡിസിൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബാക്ടീരിയ ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ ആ ബാക്ടീരിയക്ക് ഒരു കുഴപ്പമില്ല, അത് ഓടിക്കളിക്കുന്നുണ്ട്. അതിനർത്ഥം ആ മരുന്ന്, ആ മെഡിസിന് ആ ബാക്ടീരിയക്ക് എതിരായിട്ട് പ്രവർത്തിക്കില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പാത്രത്തിൽ നോക്കിയപ്പോൾ അതിൽ ബാക്ടീരിയകൾ കുറേയൊക്കെ ചത്തുപോയി. ഓക്കെ, ഒരു 90% ബാക്ടീരിയാസ് ചത്തുപോയതിനു ശേഷം അപ്പോൾ നമ്മൾ ആ മെഡിസിൻ നമ്മൾ നോട്ട് ചെയ്യും. കാരണം ആ മെഡിസിൻ എന്ത് ചെയ്യും, ഈ രോഗിക്ക് കൊടുക്കാം. വേറൊരു പാത്രത്തിൽ നോക്കിയ സമയത്ത്, മൂന്നാമത്തെ പാത്രത്തിൽ നോക്കിയ സമയത്ത് ആ മൂന്നാമത്തെ പാത്രത്തിലത്തെ ബാക്ടീരിയാസ് ഫുള്ള് ചത്തുപോയി. അപ്പോൾ ആ മെഡിസിൻ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. ഓക്കെ, നാലാമത്തെ പാത്രത്തിൽ നോക്കുന്ന സമയത്ത് ബാക്ടീരിയസ് ഒരു കുഴപ്പമില്ലാണ്ട് ഓടി കളിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പാത്രത്തിലൊക്കെ ചത്തുപോയി. അപ്പോൾ ഒന്നാമത്തേത് ഓടിക്കളിക്കുന്നത് ഏതൊക്കെയാണോ ബാക്ടീരിയസ് ചത്തുപോയിട്ടുള്ളത്, നശിച്ചുപോയിട്ടുള്ളത്, ആ മെഡിസിൻസിന്റെ പേര് മാത്രം നോട്ട് ചെയ്യും. എന്നിട്ട് ആ മെഡിസിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് മരുന്ന് കഴിക്കാൻ വേണ്ടി തരുന്നത് ആ മെഡിസിൻസ് ആയിരിക്കും. അതിന് മുന്നേ ഒരു ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഡോസ് നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവെക്കും. എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ റിയാക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ മെഡിസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ അസുഖം മാറാനായിട്ട്, ആ ബാക്ടീരിയനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 6 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ള പാത്രത്തിൽ ഒഴിച്ച മെഡിസിൻ ഒഴിച്ച് വെച്ചു. പക്ഷെ ബാക്ടീരിയസിന് എന്ത് സംഭവിച്ചു, ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ ബാക്ടീരിയ ഈ മെഡിസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തോ തരത്തിലുള്ള ശക്തി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പറയുന്നതാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ട് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ 1966 എ യങ് മാൻ വിത്ത് ട്യൂബർക്യുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗമാണ്, TB എന്ന് പറയും, was treated with antibiotics. Initially, the treatment seemed successful. However, the disease relapsed. The bacteria had muted, becoming antibiotic resistant. This led to his death. Okay, അതായത് 1966 ക്ഷയരോഗം ബാധിച്ചിട്ടുള്ള ഒരു യുവാവിന് ആന്റിബയോട്ടിക്കുകളൊക്കെ നൽകിയിട്ട് ചികിത്സ കൊടുത്തു. ഓക്കെ, തുടക്കത്തിൽ ചികിത്സ ഭയങ്കര വിജയകരമായിരുന്നു. പക്ഷേ എങ്കിലും എന്ത് സംഭവിച്ചു, ഫുൾ സ്ക്രീൻ എടുക്കട്ടെ. ഓക്കെ, എന്ത് സംഭവിച്ചു, ഓക്കെ, എങ്കിലും രോഗം വീണ്ടും വന്നു. ഓക്കെ, ആദ്യം അസുഖം മാറിയതായിരുന്നു, വീണ്ടും അസുഖം വന്നു. അപ്പോൾ ബാക്ടീരിയക്ക് എന്ത് സംഭവിച്ചു, മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞു. മ്യൂട്ടേഷൻ എന്തുട്ടാ, മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. നമ്മൾ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ, പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായ ഒരു മാറ്റമാണ്. ഇത് അടുത്ത തലമുറയിലേക്കും വ്യാപിക്കും. അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് പറയുന്നതാണ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയകൾക്ക് എന്ത് സംഭവിച്ചു, മ്യൂട്ടേഷൻ സംഭവിച്ചു. മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനിതക ഘടനയിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ട് ഈ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തി അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയായിട്ട് മാറി. ഇത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ ആദ്യം അസുഖമൊക്കെ മാറിയതായിരുന്നു, വീണ്ടും അസുഖം വന്നു. ആ ബാക്ടീരിയ വീണ്ടും വന്നിട്ട് അവർ കുറച്ചും കൂടി പവർഫുള്ളായി. ഓക്കെ, നമ്മൾ പറയില്ലേ വീണ്ടും ബാക്ടീരിയ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് അവർ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഹോസ്റ്റിനെ, നമ്മുടെ ഈ പറയുന്ന ആതിഥേയ സെല്ലിനെ, അല്ലെങ്കിൽ ആതിഥേയ എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനാണ് ഇവിടെ, ബാക്ടീരിയ അതിഥികളാണ്, ഗസ്റ്റാണ്. ആ ഗസ്റ്റിനെ സ്വീകരിക്കുന്നത് എന്താണോ അത് നമ്മൾ ഹോസ്റ്റ് അല്ലെങ്കിൽ ആതിഥേയ എന്ന് പറയുന്നത്. അപ്പോൾ ആതിഥേയ കോശങ്ങളൊക്കെ നശിപ്പിച്ചു, അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ വരുന്ന സമയത്ത് തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ റെസിസ്റ്റൻസ് നേടാനായിട്ട് നമ്മുടെ ആർക്ക് പറ്റും, ഈ ബാക്ടീരിയകൾക്ക് സാധിക്കും. ഇപ്പോൾ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇതുവരെ അടി കിട്ടിയിട്ടില്ല, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ അടി കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു മാത്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാറ് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ അടി വാങ്ങാൻ പോവുകയാണ്. സോ നിങ്ങൾ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ. ആദ്യത്തെ അടി കിട്ടുന്ന സമയത്ത് ഭയങ്കര കൈയും ഇതൊക്കെ ആകെ വേർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ റെഗുലറായിട്ട് അടി മേടിക്കുന്ന ഒരു കുട്ടിക്ക് അത് എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ റെഗുലറായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ ശീലമാവും. അപ്പോൾ
വീണ്ടും ഒരു എമർജൻസി പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആവില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിച്ചു വരുന്ന ഒരു ആഗോള ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഗ്രോവിംഗ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ. എന്താ പറയുന്നത്, ഡോക്ടേഴ്സ്, പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് സയൻറ്റിസ്റ്റ് വാൺ ദാറ്റ് സം ഓഫ് ദി മോസ്റ്റ് ട്രസ്റ്റഡ് ആൻറ്റിബയോട്ടിക്സ് കറന്റ്ലി യൂസ്ഡ് ആർ ഇൻഎഫക്റ്റീവ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ കോൾഡ് സൂപ്പർ ബഗ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ആൻറ്റിബയോട്ടിക് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല നമ്മുടെ ശരീരത്തിൽ. ഇപ്പോൾ ഡോക്ടേഴ്സും ഹെൽത്ത് പ്രൊഫഷണൽസൊക്കെ പറയുന്നത് ഇത് വലിയൊരു ആഗോള പ്രശ്നമാണ്, ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കാരണം ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധം നേടിയിട്ടുള്ള ബാക്ടീരിയനെ പറയുന്ന പേരാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത് കേട്ടോ, സൂപ്പർ ബഗ്സ്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. ഒരു സൈലന്റ് ആയിട്ടുള്ള പാൻഡമിക് ആണ്, അല്ലെങ്കിൽ ഒരു നിശബ്ദനായിട്ടുള്ള പകർച്ചവ്യാധിയാണ്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, ഇങ്ങനെ പടർന്നു പോകുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എന്താ കൊടുത്തിട്ടുള്ളത്, സൂപ്പർ ബഗ്സ് ആർ ബാക്ടീരിയ. അപ്പോൾ സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത് എന്താണ്, ബാക്ടീരിയാസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ, റെസിസ്റ്റന്റ് ടു മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ് ഓർ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ. അപ്പോൾ ഇതെന്തായിരുന്നു, ഇതിന് വേറെ ആന്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിനെതിരായിട്ട് പ്രതിരോധ ശേഷി നേടിയിട്ടുള്ള ബാക്ടീരിയകളിനെ പറയുന്നതാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത് കേട്ടോ. They evolved through genetic mutation and horizontal gene transfer. They pose a global health crisis. The WHO എന്ന് പറയുന്നത്, WHO is the World Health Organization, identifies them as a top 10 global public health threat. Projections indicate 10 million annual death worldwide by 2050. 2050 കൂടിയിട്ട് 10 മില്യൺ ആളുകൾ ഈ പറയുന്ന സൂപ്പർ ബഗുകൾ കാരണം മരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജീനിന് സംഭവിച്ച മ്യൂട്ടേഷൻ മൂലം ക്ഷയരോഗകാരി ബാക്ടീരിയ ഒരു സൂപ്പർ ബഗായിട്ട് പരിണമിച്ചു. ആദ്യം എന്ത് സംഭവിച്ചു, ആദ്യം അയാൾക്ക് ക്ഷയരോഗം ഉണ്ടായിരുന്നു, ട്യൂബർക്ലോസിസ് ഉണ്ടായിരുന്നു. പക്ഷെ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് ട്യൂബർക്ലോസിസ് ഓൾമോസ്റ്റ് മാറി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു, ഈ ട്യൂബർക്ലോസിസ് ബാക്ടീരിയ, അതായത് ക്ഷയരോഗകാരിയായിട്ടുള്ള ബാക്ടീരിയ, ട്യൂബർക്ലോസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ തിരികെ വന്നു. എന്തായിട്ടാണ് തിരികെ വന്നിട്ടുള്ള, സൂപ്പർ ബഗ് ആയിട്ടാണ് തിരികെ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അയാളിനെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ജൈവ വൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിലും ഇതുപോലുള്ള പ്രക്രിയകൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം വളരെ ഇഫക്റ്റീവായിട്ട് ഒരുപാട് മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എവല്യൂഷൻ ഉണ്ടാവില്ല, ബയോഡൈവേഴ്സിറ്റി എവല്യൂഷൻ, അതായത് ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവി ഉണ്ടാക്കുക, പരിണാമ സിദ്ധാന്തം, അതിലൊക്കെ എവല്യൂഷനിലും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജൈവ വൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിലുള്ള പ്രക്രിയകളെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചവരിൽ പ്രധാനികളായിട്ടുള്ള ആളുകളാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും, അതുപോലെ തന്നെ ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ടു ദി ബയോളജിക്ക് എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലാമാർക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ലാമാർക്കിസം, സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നാണ് ഇതിന്റെ പേര്. സ്വയാർജിത എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കുന്ന, സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന സ്വഭാവങ്ങൾ പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യും, പ്രേഷണം ചെയ്യും, അടുത്ത തലമുറയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഡാർവിനിസം പറഞ്ഞിട്ടുള്ളത്, ഡാർവിൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടാണ്, ഡാർവിൻ്റെതാണ് ഡാർവിനിസം കേട്ടോ, ലാമാർക്കിൻ്റെതാണ് ലാമാർക്കിസം. ഡാർവിനിസം പറയുന്നത് എന്താ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. രണ്ടും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഈസിയാണ്. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തത്തിൽ പറയുന്നത് ഒരു ജീവി തന്റെ ജീവിതകാലത്ത് ആർജിച്ചെടുക്കുന്ന ശാരീരിക മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് the physical changes that an organism acquires during its lifetime are inherited to their offspring. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ജീവി അതിന്റെ ജീവിതകാലത്ത് സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന ചില പ്രത്യേകതകൾ, ചില സ്വഭാവങ്ങൾ എന്ത് ചെയ്യും, അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കും എന്നാണ് ലാമാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ജിറാഫ്, അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് പണ്ട് അധികം കഴുത്തിന് നീളമുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നില്ല. സാധാരണ നീളം കുറഞ്ഞ കഴുത്തുകളുള്ള ജിറാഫുകളായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു, താഴെ നിന്ന് ഭക്ഷണമൊക്കെ എടുത്തിരുന്നു, പുല്ലുകളൊക്കെ എടുത്തിരുന്നു. അതിനുശേഷം അവിടെ ഭക്ഷ്യ ദൗർലഭ്യം വന്നപ്പോൾ, അതായത് താഴെയുള്ള പുല്ലുകളൊക്കെ കഴിഞ്ഞു, അപ്പോൾ അവർ കുറച്ചും കൂടി തലയൊക്കെ നീട്ടിയിട്ട് കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് ഫുഡ് എടുക്കാൻ തുടങ്ങി. അവിടെയുള്ള ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടി ഹൈറ്റിലോട്ട് തല നീട്ടിയെടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ തല നീട്ടിയിട്ടാണ് അവരുടെ കഴുത്ത് വലുതായിട്ടുള്ളതെന്നാണ് ലാമാർക്ക് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, എന്നിട്ട് അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന നീളം കൂടിയിട്ടുള്ള കഴുത്തുകളുള്ള ജിറാഫുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഫുഡ്, അതായത് ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് ജിറാഫ്സ് ഹൂസ് നെക്സ് വർ ഷോർട്ട്, ജിറാഫുകൾ അവരുടെ നെക്കുകൾ ആദ്യം ചെറുതായിരുന്നു, ഗ്യൂ ലോങ് ആസ് ദേ ബിഗൻ ടു സ്ട്രെച്ച് ദെയർ നെക്സ് ടു ഹയർ ട്രീ ടോപ്സ്. അപ്പോൾ മേലെയുള്ള മരങ്ങളിലേക്ക് കഴുത്ത് നീട്ടിയിട്ടാണ് ഇവരുടെ കഴുത്തിന് നീളം വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇൻ എ ചേഞ്ച്ഡ് എൻവയോൺമെന്റ് ജിറാഫ്സ് വിത്ത് ലോങ് നെക്ക് സർവൈവ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ജിറാഫുകളുടെ കഴുത്തിന്റെ നീളം കൂടി അത് അടുത്ത തലമുറയിലേക്ക് വ്യാപിച്ചു എന്നാണ്, പ്രേഷണം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ലാമാർക്കിസ് വാസ് ക്രിട്ടിസൈസ്ഡ്. വൈ? എന്തുകൊണ്ടാണ് ലാമാർക്ക് പറഞ്ഞത് ശരിയല്ല എന്ന ആളുകൾ പറയാൻ കാരണം എന്താ? സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സയന്റിസ്റ്റ് പ്രൂവ്ഡ് ദാറ്റ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, അതായത് ഒരു ജീവി അതിന്റെ ജീവിതകാലത്ത് നേടിയെടുക്കുന്ന പ്രത്യേകതകൾ, സ്വഭാവങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡു നോട്ട് ഇമ്പാർട്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ. അതൊരിക്കലും ജനിതക ഘടനയിൽ മാറ്റം വരുത്തില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിലും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളിൽ ചില വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെ, എന്നാൽ ലാമാർക്കിന്റെ ആശയം പ്രസക്തമാണ്. ഓക്കെ, ഹൗവർ ലാമാർക്സ് ഐഡിയ ദാറ്റ് ചേഞ്ചസ് ഇൻ ദി എൻവയോൺമെന്റ് കോസ് സർട്ടൻ വേരിയേഷൻസ് ഇൻ ഓർഗാനിസംസ് ഇസ് റെലവന്റ്. ഓക്കെ, എന്താ പറഞ്ഞിരുന്നേ? ലാമാർക്ക് പറഞ്ഞത് ഈ പറയുന്ന സ്വന്തമായിട്ട് ആർജിച്ചെടുക്കുന്ന ചില സവിശേഷതകൾ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വന്തമായിട്ട് ഒരു ജീവി അതിന്റെ ജീവിതകാലത്ത് നേടിയെടുക്കുന്ന സ്വഭാവ സവിശേഷതകൾ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കില്ല എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഡാർവിൻ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഡാർവിൻ എന്താ പറഞ്ഞ? ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. 1859 ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തിയറിക്ക് പിന്നിൽ എന്തൊക്കെയായിരുന്നു? ഓക്കെ, അതായത് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലിൽ തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപുകൾ എന്നീ പ്രദേശങ്ങളിലൂടെയുള്ള ഒരു പര്യവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ ഡാർവിൻ അടക്കമുള്ള കുറച്ച് ആളുകൾ. ഓക്കെ, അവിടങ്ങളിലെ സസ്യ ജന്തുജാലങ്ങളെ കുറിച്ചുള്ള പഠനം, വിശേഷിച്ചിട്ട് ഗാലപ്പഗോസ് കുരുവികൾ, അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ നമ്മുടെ ഡാർവിൻ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡാർവിന് ഒരു കാര്യം മനസ്സിലായി. ആ മനസ്സിലായിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിസ്റ്റ് ഉണ്ട്, തോമസ് മാൽത്തൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. ഓക്കെ, സാമ്പത്തിക വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പോപ്പുലേഷൻ തിയറി എന്നൊരു സംഭവമുണ്ട്, ജനസംഖ്യാ സിദ്ധാന്തം. അതും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു, പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു, ആൽഫ്രഡ് റസൽ വാലസ്, അദ്ദേഹത്തിന്റെ പരിണാമ പഠനങ്ങളുണ്ട്. ഇതെല്ലാം തമ്മിൽ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡാർവിൻ എന്ത് ചെയ്തത്, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്നത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഗാലപ്പഗോസ് കുരുവികളെ കണ്ടോ? നമ്മുടെ ആ സെന്ററിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഒരു പൂർവികനായിട്ടുള്ള കുരുവി. പൂർവികൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന കുരുവി. ഓക്കെ, ഇതായിരുന്നു സെന്ററിൽ കൊടുത്തിട്ടുള്ളതാണ് പൂർവികനായിട്ടുള്ള കുരുവി. അപ്പോൾ അതിൽ നിന്ന് പരിണാമം സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള കുരുവികൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അവിടെ HMS ബീഗിൾ കപ്പൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ തോമസ് മാൽത്തൂസ്, ആൽഫ്രഡ് റസൽ വാലസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗാലപ്പഗോസ് ദ്വീപുകൾ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നോക്കിക്കേ, ഈ ഗാലപ്പഗോസിൽ പലതരത്തിലുള്ള കുരുവികൾ ഉണ്ടായിരുന്നു. വിത്തുകൾ തിന്നുന്ന കുരുവി ഉണ്ടായിരുന്നു, കള്ളിമുൾ ചെടിയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്നുണ്ടായിരുന്നു, പ്രാണികളെ ഭക്ഷിക്കുന്ന കുരുവി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ആൻസസ്റ്റർ ആയിട്ടുള്ള, അതായത് ഒരു പൂർവികനായിട്ടുള്ള ഒരു കുരുവി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ അവരുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നത്, അതിനനുസൃതമായിട്ടാണ് അവരുടെ കൊക്കുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഡാർവിന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഗാലപ്പഗോസ് കുരുവികൾക്ക് ആഹാര രീതിക്ക് അനുസൃതമായിട്ടുള്ള കൊക്കുകളാണ് ഉണ്ടായിരുന്നത്. സാഹചര്യത്തിന് യോജിച്ച വ്യതിയാനങ്ങളുള്ളവ മാത്രം നിലനിന്നത് കൊണ്ടാണ് ഓരോ ദ്വീപിലും സവിശേഷമായിട്ടുള്ള കൊക്കുകളോട് കൂടിയിട്ടുള്ള കുരുവികൾ കാണപ്പെട്ടത്. ഒന്നുമില്ല, നിങ്ങൾ ഒരു കരടീനെ മനസ്സിൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണും, കരടിയുടെ കളർ എന്താ? ബ്ലാക്ക്. ഇപ്പം ഞാൻ ഹിമാലയ കരടീനെ കാണാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ബ്ലാക്ക് കാണില്ല, നിങ്ങൾ കാണുന്നത് വൈറ്റ് ആയിരിക്കും. കാരണം എന്താ? ഹിമാലയത്തിൽ വെള്ളയാണ്. അതെന്താ ഹിമാലയത്തിൽ വെള്ളയായി? കാരണം അതിന്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ സവിശേഷതകൾ വരുന്നത്. ഇപ്പോൾ ഒരു ഡോഗിനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡോഗിനെ കാണും. അതേപോലെ തന്നെ നിങ്ങളോട് പറയണം, മഞ്ഞ് മലകളിലൊക്കെ ഉണ്ടാവുന്ന ഡോഗ്, അപ്പോൾ നിറയെ ഫറൊക്കെ ആയിട്ട് കുറേ തൊപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നായയല്ലേ നിങ്ങൾ കാണുന്നത്. ബിക്കോസ് അവിടെ ജീവിക്കുന്ന സമയത്ത് അതിനനുസൃതമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ ഒട്ടകം എവിടെയുള്ളത്? മരുഭൂമിയിലെ കപ്പൽ എന്നല്ല അറിയപ്പെടുന്നത്. ഈ ഒട്ടകത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ കാല് ഭയങ്കര നീളം കൂടുതലാണ്. കാരണം എന്താ? നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഹീറ്റ് ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരില്ലേ,
അതിൽ നിന്ന് അതിൻ്റെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കാലുകൾ ഭയങ്കര ഹൈറ്റ് കൂടിയിട്ടുള്ളത്. മനസ്സിലായോ? യെസ്. പിന്നെ അതിനൊരു ഹമ്പ് ഉണ്ടല്ലോ, ഹമ്പ് നമ്മൾ പറയല്ലേ, അവിടെ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളമല്ല, ശരിക്കും ഫാറ്റാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹമ്പിൽ എന്ന് പറയും. ഓക്കെ, ഒട്ടകത്തിൻ്റെ ഹമ്പിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും വെള്ളമല്ല, ഫാറ്റാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ബിക്കോസ് ഏതൊരു ജീവിയും ഏത് തരത്തിലുള്ള സ്ഥലത്ത് ജീവിക്കുന്നുവോ, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുവോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ശരീരഘടനകളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് പല്ലുകളുണ്ടല്ലോ, നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ ടൈഗർ, പുലി, കടുവ, സിംഹം ഇതെല്ലാം തന്നെ കഴിക്കുന്നത് ഇറച്ചി, മീറ്റാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള കോമ്പല്ലുകളാണുള്ളത്, കൂർത്ത പല്ലുകൾ, കോമ്പല്ലുകളാണുള്ളത്, കാനൈനാണുള്ളത്. പശുവൊക്കെ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നോ? ഇല്ലല്ലോ. അവർക്ക് സിമ്പിളായിട്ട് ചവച്ചരയ്ക്കാൻ ചെടികളും പുല്ലുകളും ഒക്കെയാണ് ചവച്ചരയ്ക്കുന്നത്. സോ അവർക്കുള്ളത് ഈ പറയുന്ന മോളാറാണുള്ളത്. ഓക്കെ, ഓക്കെ, അണപ്പല്ലുകൾ, അങ്ങനത്തെ പല്ലുകളാണുള്ളത്. മനുഷ്യന്മാർക്ക് എത്ര തരത്തിലുള്ള പല്ലുകളുണ്ട്? ശരിക്കും 4 തരത്തിലുള്ള പല്ലുകളുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഇൻസിസേഴ്സ് ഉണ്ട്. ഇൻസിസേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ആപ്പിൾ കടിക്കാനായിട്ട് ഇൻസിസേഴ്സ് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആപ്പിൾ പോലെ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ കാനൈൻ ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കാനൈൻ ഉണ്ട്. കൂർത്ത കോമ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ കാനൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വെച്ചിട്ടുള്ള കഴിക്കുന്നത് കാനൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീമോളാർ ഉണ്ട്. ചവച്ചരച്ച് കഴിക്കാനായിട്ട് പ്രീമോളാറും അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് മോളാറും ഉണ്ട്. അങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള പല്ലുകളുണ്ട്. കാരണം നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുന്നുണ്ട്. സോ അതിന് റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പല്ലുകൾ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് പശുക്കൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പശുക്കൾക്ക് കാനൈൻ ഉണ്ടോ, കോമ്പല്ലുണ്ടോ? ഇല്ല. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? മോളാറും പ്രീമോളാറും, അത് മാത്രമേ ഉള്ളൂ. ഇനി ഡോഗ്സിനാണെങ്കിലോ വരുന്നത് കാനൈനാണ് വരുന്നത്. ഒരു കൂർത്ത പല്ലുകളല്ലേ. അപ്പോൾ അവരുടെ ഭക്ഷണ രീതിക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ പല്ലുകൾ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ വിത്ത് തിന്നുന്ന കുരുവി, അതുപോലെ തന്നെ ഈ കാക്ടസിൽ നിന്ന്, കള്ളിമുൾ ചെടിയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്ന കുരുവി, പ്രാണികൾ കഴിക്കുന്ന കുരുവി, എല്ലാ കുരുവികൾക്കും അതിനനുസൃതമായിട്ടുള്ള രീതിയിലാണ് കൊക്കുകൾ വന്നിട്ടുണ്ടാവുക. നമ്മൾ തേൻ കുടിക്കുന്ന കുരുവി ഉണ്ടല്ലോ, അതിൻ്റെ കൊക്ക് കണ്ടിട്ടില്ല? നമ്മൾ എന്താ പറയുക, സൂചിക്കിളി എന്ന് പറയില്ലേ, വലിയ കൊക്കായിരിക്കില്ല. ബിക്കോസ് അത് അത്രയും എന്ത് ചെയ്യണം, പെനിട്രേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയിട്ട് വേണം എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അതിൽ പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ എന്താണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നത്? ദ എൻവയോൺമെന്റ് സെലക്ട്സ് ഓർ ഡിറ്റർമൈൻസ് ഫേവറബിൾ വേരിയേഷൻസ് ഇൻ ഓർഗാനിസംസ്. ഫേവറബിൾ വേരിയേഷൻസ് അക്യുമുലേറ്റ്സ് ഓവർ ജനറേഷൻസ് ആൻഡ് ബിക്കം ന്യൂ സ്പീഷീസ്. ജീവികളിൽ ഉണ്ടാകുന്ന അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു അഥവാ നിർദ്ധാരണം ചെയ്യുന്നു. തലമുറകളിലൂടെ അനുകൂല വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടുകയും പുതിയ ജീവിവർഗമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? അതായത് അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്, ഇതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട്, കുറച്ച് എന്താണ് സ്റ്റെപ്പുകളുണ്ട്. നോക്കാം. ഓവർ പ്രൊഡക്ഷൻ. ഓക്കെ, ഓവർ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അമിത ഉൽപാദനം. ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിംഗ് ദാൻ ദി എൻവയോൺമെന്റ് ക്യാൻ സപ്പോർട്ട്. അതായത് പ്രകൃതിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഓരോ ജീവിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ ഷോസ് ഡിഫറൻസസ് ഇൻ ട്രേഡ്, സം ഫേവറബിൾ, സം ഹാർംഫുൾ. അപ്പോൾ ജീവികൾക്ക് ഗുണകരമായതോ ദോഷകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ചില ജീവികൾ, ഇപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 10 കുട്ടികളുണ്ടെന്ന് വെച്ചാൽ, നമ്മളൊരു 10 കുട്ടികൾ, ഈ 10 കുട്ടികൾ മഴ കൊണ്ടു. എല്ലാ 10 കുട്ടികൾക്കും പനി പിടിക്കുമോ? ഇല്ല. ചിലപ്പോൾ 2 കുട്ടികൾക്ക് പനിയും ജലദോഷം പിടിക്കും. ചിലർക്ക് ഭയങ്കരമായിട്ട് പനിയായിരിക്കും, ചിലർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ബിക്കോസ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ എന്താണ് ഈ പറയുന്ന ഒരു സംഭവത്തിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ജീവികളിൽ ഗുണകരമായിട്ടുള്ളതോ ദോഷകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞ കുറേ ജീവികളുണ്ട്. ലിമിറ്റഡ് റിസോഴ്സ് ലെഡ് ടു ദ കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസംസ്. റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ഒരുപാട് ജീവികളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ, 10 കുട്ടികളുണ്ട്. യെസ്, 10 കുട്ടികളുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ചിക്കൻ പീസ് മാത്രമേ ഉള്ളൂ, ഒരു KFC ഒരു പീസ് മാത്രമേ ഉള്ളൂ, ലെഗ് പീസ് മാത്രമേ ഉള്ളൂ. ഈ 10 കുട്ടികളും അതിനെ ഇതാക്കാൻ നിൽക്കാതെ ഇവരെന്ത് ചെയ്യും? ദർ വിൽ ബി എ കോമ്പറ്റീഷൻ. ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? അതിന് വേണ്ടിയിട്ട്, അല്ലേ? അല്ലെങ്കിൽ വേറെ വിചാരിക്കുക, ഇപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവാം? നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുണ്ടായിരിക്കാം, മെയ്റ്റിന് വേണ്ടിയിട്ട്, അതായത് ഇണയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മത്സരം ഉണ്ടാവും. ഈ മത്സരത്തിൽ എന്ത് സംഭവിക്കും? ചിലതൊക്കെ ചത്തുപോകും, ചിലതൊക്കെ അതിജീവിക്കും. ഈ അതിജീവിച്ചിട്ടുള്ള ജീവികൾ അതിൻ്റെ പ്രത്യേകതകൾ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. അമിതോൽപാദനം ഉണ്ടായി, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, എന്നിട്ട് അവർ എന്ത് ചെയ്തു?
അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരം ഉണ്ടായി, ദാറ്റ് ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അങ്ങനെ വാരിയേഷൻസ് ഉള്ളവ മാത്രം, ഗുണകരമായിട്ടുള്ള വാരിയേഷൻസ് ഉള്ളത് മാത്രം എന്ത് ചെയ്തു, അതിജീവിച്ചു. എന്നിട്ട് അതിൻ്റെ കൈമാറ്റം, അതായത് അവരുടെ പ്രത്യേകതകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പുതിയ ജീവിവർഗം ഉണ്ടാവുകയും ചെയ്തു. ദോഷകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായതൊക്കെ ചത്തുപോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങളുള്ള ജീവികൾ അതിജീവിക്കുകയും കൂടുതൽ ഫലപ്രദമായിട്ട് പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യും. അപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്, ലാമാർക്കിസം ഡാർവിനിസം കേട്ടോ. ലാമാർക്കിസം പറഞ്ഞിട്ടുള്ള എന്നിട്ട് പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നീളം കുറഞ്ഞ കഴുത്തുണ്ടായിരുന്ന ജിറാഫുകളിൽ ചില വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാമാർക്കിസ് എന്താ പറയുന്നത്, ചേഞ്ചസ് ഇൻ ദി എൻവയോൺമെന്റ് കോസ് സർട്ടൻ വേരിയേഷൻസ് ഇൻ ഷോർട്ട് നെക്ക് ജിറാഫ്സ്. ഓക്കെ, പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നീളം കുറഞ്ഞ കഴുത്തുണ്ടായിരുന്ന ജിറാഫുകളിൽ ചില വ്യതിയാനങ്ങൾക്ക് കാരണമായി എന്ന് പറയുന്നത്. ഡാർവിനിസം എന്താ പറഞ്ഞിട്ടുള്ളത്, പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ മൂലം ജിറാഫുകളിൽ നീളം കൂടിയ കഴുത്തുള്ളവ മാത്രം ആ പരിസ്ഥിതിയിൽ നിലനിൽക്കുകയും ക്രമേണ പുതിയ ജീവിവർഗമായി മാറുകയും ചെയ്തു. ഒന്നുകൂടി പറയാം ഈ ഒരു സംഭവം. ലാമാർക്ക് പറഞ്ഞ എന്താ, ആദ്യം നീളം കൂടിയ കഴുത്തുകളുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നില്ല, പിന്നീട് അവ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഴുത്ത് നീട്ടിയിട്ടാണ് അതിന് നീളം കൂടിയിട്ടുള്ള കഴുത്തുണ്ടായത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞു. ഡാർവിൻ എന്താ പറഞ്ഞെന്നറിയോ, പലതരത്തിലുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. ഒരു നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ, നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകൾ, മീഡിയം കഴുത്ത് ഉള്ള നീളം ഉള്ള ഒരു ജിറാഫുകൾ, അങ്ങനെ പലതരത്തിലുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, പുല്ലുകളൊക്കെ നശിച്ചപ്പോൾ എന്താ സംഭവിച്ചു, ഈ നല്ല ഉയരം കുറഞ്ഞ കഴുത്തുള്ളതൊക്കെ ചത്തുപോയി, ബാക്കിയുള്ള ഇതൊക്കെ നിലനിന്നു. ഇനി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ചെറിയ ചെറിയ മരങ്ങളും അതൊക്കെ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ആ മീഡിയം നെക്കുള്ള ജിറാഫുകൾ ചത്തുപോയി. ഏത് ജിറാഫുകൾ മാത്രം നിലനിന്നു, നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ മാത്രം നിലനിന്നു. ഇതാണ് ശരിക്കും ഡാർവിൻ പറഞ്ഞിട്ടുള്ള ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. പക്ഷേ ഈ ഡാർവിൻ പറഞ്ഞിട്ടുള്ളതിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ചാൾസ് ഡാർവിൻ ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ ജനറ്റിക് ബേസിസ് ഓഫ് വാരിയേഷൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ്. അതായത് വ്യതിയാനങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ജനിതക അടിസ്ഥാനത്തെക്കുറിച്ചിട്ട് ഡാർവിന് ധാരണയില്ലായിരുന്നു. അതായത് ഇത് എന്താണ് ഇതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്നും നമ്മുടെ ആർക്കുണ്ടായിരുന്നില്ല, ഡാർവിൻ ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും അതിൻ്റെ കൂടെ ജനറ്റിക്സും പാലിയന്റോളജി അതായത് ഫോസിലുകളെ കുറിച്ചുള്ള പഠനവും എക്കോളജി പരിസ്ഥിതി ശാസ്ത്രവും മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എല്ലാം തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നിയോ ഡാർവിനിസത്തിൽ എന്താ പറയുന്നത്, ശരിക്കും എന്താണ്, മോഡിഫൈഡ് വേർഷൻ ഓഫ് ഡാർവിനിസം. ഡാർവിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതൊന്നും മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ റെക്കഗ്നൈസ്ഡ് the causes of variations that led to the evolution were genetic changes, genetic recombination and gene flow, and also in the light of new information and evidences from the field of population genetics, paleontology, environmental science, etc. Okay, science no spelling mistake ഉണ്ട്. Okay, സോ പരിണാമത്തിനിടയാക്കുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം ജനിതക മാറ്റങ്ങളാണ്, ജനിതക പുനഃസംയോജനമാണ്, ജീൻ പ്രവാഹമാണ് എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ പോപ്പുലേഷൻ ജനറ്റിക്സ്, പാലിയന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം എന്നിവ നൽകിയിട്ടുള്ള തെളിവുകളും തുടർ പഠനങ്ങളും കൊണ്ട് ഡാർവിനിസം വിമർശനങ്ങളില്ലാത്ത നിയോ ഡാർവിനിസമായിട്ട് മാറിയിരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ഡാർവിൻ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ, നിയോ ഡാർവിനിസം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ജീവ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്ന മേഖലകളാണ് എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ, DNA പഠനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ടേംസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടേമുകളാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ട് കാര്യങ്ങളായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ലാമാർക്കിസവും അതുപോലെ തന്നെ നമ്മുടെ ഡാർവിനിസവും. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ബുക്സ് വായിച്ച് നോക്കുക, ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അതിൻ്റെ സ്റ്റെപ്പുകൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് താങ്ക് യു സോ മച്ച്.